ആക്ഷൻ കമ്മിറ്റി 4-ാം തീയതി ഈ വരുന്ന 4-ാം തീയതി സെപ്റ്റംബർ 4-ന് ഹൈക്കോടതിയിൽ കേസുണ്ട്. ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ കുടുംബം ഫയൽ ചെയ്ത കേസാണ്. അപ്പോൾ നമ്മൾ ആ കേസിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കേസ് എങ്ങനെ വരും എന്നാണ്. കാരണം 4-ാം തീയതി നമ്മൾ CBIക്കോ കൊടുക്കണം എന്നുള്ള നേരത്തെ ആവശ്യപ്പെട്ടതാണ്. കാരണം ഇപ്പം MLAയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരള പോലീസ് ആകമാനം എന്താ പറയുക സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നതാണ് ഇന്നിപ്പോൾ MLAയുടെ വെളിപ്പെടുത്തൽ. പ്രത്യേകിച്ച് ഭരണപക്ഷത്തുള്ള MLAയും കൂടിയാണ്. അദ്ദേഹത്തിന് ആ ഭരണം നന്നാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ MLA ആ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കുറേ തിക്താനുഭവങ്ങളുടെ ഫലത്തിലായിരിക്കും അദ്ദേഹം ആ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ഇതുവരെയുള്ള മാമി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാമി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല. ഇതിന് കേരള പോലീസിനെ ഏതോ ബാഹ്യശക്തി കേരള പോലീസിനെ സ്വാധീനിക്കുന്നു. അത് ഞങ്ങൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ ഇതൊക്കെ വന്നു നോക്കുമ്പോൾ ഇപ്പോൾ ജനങ്ങൾക്ക് തന്നെ ആശങ്കയാണ്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് പണത്തിൻ്റെ സ്വാധീനമോ അതല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമോ ഒന്നുമില്ലാത്ത ആളുകളാണ്. ആക്ഷൻ കമ്മിറ്റി ശക്തമായിട്ട് ഈ മാമി കുടുംബത്തിൻ്റെ പിറകിൽ നിന്നിട്ട് മാമിക്ക് വേണ്ടിയിട്ടുള്ള ഏത് അറ്റം വരെ പോയിട്ട് മാമി കുടുംബത്തിനുള്ള വേണ്ടിയിട്ടുള്ള നീതി വാങ്ങിക്കൊടുക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഒരുപാട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. ഞങ്ങൾ 1-2 പ്രക്ഷോഭങ്ങളല്ല, പല പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ മീഡിയ രംഗത്തുള്ള ആളുകളൊക്കെ തന്നെ നിങ്ങൾക്കറിയാം ഞങ്ങൾ ഏതൊക്കെ തരത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. അന്ന് മുതൽ ഞങ്ങൾ പറയുന്നത് പോലീസിന് സംഭവിച്ച വീഴ്ചകൾ ആദ്യമായിട്ട് ഈ കേസ് 21-ാം തീയതി, അതായത് ഒരു വർഷം മുമ്പ് ഓഗസ്റ്റ് 21-ാം തീയതി മാമി മുഹമ്മദിനെ കാണാതായ അന്ന് മുതൽ കുടുംബം ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുന്നുണ്ട്. അന്ന് പല കാര്യങ്ങളും പോലീസിനോട് സംസാരിച്ചാൽ അന്ന് പോലീസ് ചെവിക്കൊണ്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മളൊക്കെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാ പ്രതിഷേധത്തിലും പറയുന്ന കാര്യം എന്താ, കേരള പോലീസ് മികച്ച പോലീസാണെന്നാണ്. ഇതുവരെ ഞങ്ങൾ കേരള പോലീസിനെ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ കേരള പോലീസിന് ഏതോ ഒരു ബാഹ്യശക്തി കേരള പോലീസിൻ്റെ നടപടികളിൽ ഇടപെടുന്നുണ്ട്. അതാരാണെന്നാണ് മനസ്സിലാവാത്തത്. അതേതോ ബാഹ്യശക്തി, ചെറിയ ശക്തിയൊന്നുമല്ല, വലിയ ശക്തി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിൽ ഏറ്റവും വലിയൊരു ഞങ്ങളെ ആശങ്കപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം 9-ാം തീയതി കുടുംബവും ആക്ഷൻ കമ്മിറ്റി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ കണ്ടു, തിരുവനന്തപുരത്ത് പോയിട്ട് കണ്ടു. കൂടാതെ പ്രതിപക്ഷ നേതാവിനെ കണ്ടു, കൂടാതെ DGPയെ കണ്ടു. ഇവർക്കൊക്കെ പരാതി കൊടുത്തു. പരാതി ഞങ്ങൾ കൊടുക്കുന്നത് 9-ാം തീയതി, അതായത് ജൂലൈ 9-ാം തീയതി ഞങ്ങൾ പരാതി കൊടുത്തു. ജൂലൈ 9-ാം തീയതി ഞങ്ങൾ പരാതി കൊടുത്തു. അദ്ദേഹം കുടുംബത്തിനോട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം. കാരണം ഞങ്ങളുടെ കൂടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് സൗത്തിലെ MLA അഹമ്മദ് ദേവർകോവിലും അതുപോലെ തന്നെ ബാലുശ്ശേരി MLA സച്ചിൻ ദേവ് ഉണ്ടായിരുന്നു. അന്നപ്പം CMന് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ CM കുടുംബത്തോടും ആക്ഷൻ കമ്മിറ്റിയോടും MLAയോട് പറഞ്ഞ കാര്യം, MLAമാരോട് പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഞാനിത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ക്രൈംബ്രാഞ്ചിന് കൊടുക്കാമെന്ന് CM പറഞ്ഞത് കുടുംബത്തോടും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ MLAമാരുടെ സാന്നിധ്യത്തിലാണ് പറഞ്ഞത്. അല്ല, ക്രൈംബ്രാഞ്ച് അല്ല. അതിൻ്റെ പിറ്റേ ദിവസം, അതായത് 10-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട കൊടുവള്ളി MLA ഡോക്ടർ MK മുനീർ നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടു. എല്ലാവരും നമ്മൾ TV-യിലൊക്കെ വന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് പോകുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് 9-ാം തീയതി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനം. ഇതിൽ പോലീസിൻ്റെ ചില ഇടപെടലുകളെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും DGPക്ക് കൊടുത്ത നിവേദനം 9-ാം തീയതി. 12-ാം തീയതി വൈകുന്നേരം പുതിയൊരു ഓർഡർ പുറത്തിറങ്ങുകയാണ്. ADGP, ലോ ആൻഡ് ഓർഡർ ADGP അജിത് കുമാർ സാറ് ഉത്തരവ് പ്രകാരം പുതിയൊരു ഓർഡറാണ് വരുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുതിയൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചതായിട്ടുള്ള ഒരു ഓർഡർ വരികയാണ്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അതിൻ്റെ ചാർജ് കൊടുത്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക്, പിന്നെ കൂടാതെ കോഴിക്കോട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലെ ACP സുരേഷ് സാർ. അവർ 2 ഒഴികെ ബാക്കി എല്ലാവരും 8 പേര് വേറെ വരുന്ന 8 പേരിൽ 2 പേര് ഒഴികെ 9 പേരിൽ 2 പേര് ഒഴികെ ബാക്കി 7 പേരും പഴയ ആളുകളാണ്. പഴയ 2023 ഓഗസ്റ്റ് 21-ാം തീയതി മാമി മുഹമ്മദിനെ കാണാതായതിൻ്റെ പിറ്റേ ദിവസം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് ഇത് ശരിയായ രൂപത്തിൽ അന്വേഷണം പോകാത്ത ആ ഉദ്യോഗസ്ഥരെ ടീമിനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല.
അതാണ് ഞങ്ങൾ പറഞ്ഞത്. ആ ടീം രൂപീകരിച്ച കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അവിടെയും ബാഹ്യ ശക്തിയുടെ ഇടപെടലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഈ സംശയങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഓഗസ്റ്റ് 12-ാം തീയതി പരാതി കൊടുത്തിട്ടുണ്ട്. അതും അദ്ദേഹം ആ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളെ മുന്നിലുള്ളത് ഒന്ന് കോടതിയിൽ പോയിട്ട് ഇത് ശക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ വക്കീൽ അവതരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലാക്കും. എന്നിട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഒന്നുകൂടി കാണും. ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഈ കാര്യം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. കാരണം ഞങ്ങൾക്ക് ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഇത് ശരിയായ രീതിയിൽ പോകുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇത് ഇനിയിപ്പം കേരള സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ചാൽ തന്നെ ഇത് തെളിവ് കിട്ടുമെന്നുള്ള പേടിയൊക്കെ ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ. കാരണം ആ ഒരു ഭയപ്പാടിലാണ് ഇപ്പോൾ കുടുംബമുള്ളത്. കാരണം ഇങ്ങനെ ഒരു ഭരണപക്ഷത്തുള്ള MLA ഒരു പോലീസ് മേധാവിയെ പറ്റി പറയുമ്പം എന്താണ് ഒന്നും മനസ്സിലാവും. ഞങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ആശങ്കകളാണ്. കാരണം ഇവിടെ ഇപ്പോഴും ജുഡീഷ്യറിക്കും അതുപോലെ തന്നെ പോലീസിനൊക്കെ തന്നെ ഒരു വിശ്വാസം ജനങ്ങളിലുണ്ട്. ആ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുമ്പോൾ ജനങ്ങൾ ആശങ്കയിലായിരിക്കുമല്ലോ. അത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഈ കേസിൻ്റെ പുറകെ നടക്കുന്ന ആളുകളെന്നെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പുറത്തു വന്ന വാർത്തകൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട്. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് ഈ മാമി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. ഈ മാമി മുഹമ്മദ് എന്നെങ്കിലും ഒരു ദിവസം തിരിച്ചു വരും, അദ്ദേഹത്തിനെ ബിസിനസ് പകയുടെ പേരിൽ ആരോ തട്ടിക്കൊണ്ടു പോയതാന്നൊക്കെ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ അതിനാണ് സംശയം പ്രകടിപ്പിച്ചു. പല തെളിവുകൾ പോലീസിന് കൊടുത്തിരുന്നു. കുടുംബങ്ങൾ പല സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അവർക്ക് തെളിവായിട്ട് വരെ പരിഗണിക്കാൻ പറ്റിയ കാര്യങ്ങൾ പോലും ആരും എടുത്തിട്ടില്ല. അപ്പം മനസ്സിലാവുന്നത് പോലീസിന് ആരോ ബാഹ്യ ശക്തി ഇടപെടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ DCP കൊടുത്ത പരാതി ചോർന്ന കാര്യമൊക്കെ നേരത്തെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഇതിലൊക്കെ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. നാളെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടോ അതല്ലെങ്കിൽ കോടതിയിൽ നിന്നോ ഞങ്ങൾക്ക് നല്ലൊരു നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാമി ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ഉള്ളത്.